ഹരേ കൃഷ്ണ. എല്ലാവർക്കും ബന്ധുക്കളായും സുഹൃത്തുക്കളായും പലരുമുണ്ടാകും. ചിലർ കാണുമ്പോൾ മാത്രം സ്നേഹം പ്രകടിപ്പിക്കുന്നവർ, ചിലർ കാര്യസാധ്യത്തിനായി സ്നേഹം പ്രകടിപ്പിക്കുന്നവർ, സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രം നമ്മളെ സ്നേഹിക്കുന്നവർ. ഇവരാരും തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾക്കൊപ്പം ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ഒപ്പമുണ്ടാകുമെന്ന് നമ്മൾ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ നമ്മുടെ ഹൃദയത്തിൽ അധിവസിക്കുന്ന ഭഗവാനാണ്. ഒരിക്കലും നമ്മളെ വിട്ടുപോകാത്ത ഒരാൾ. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരോട് സഹായം അഭ്യർത്ഥിക്കുന്നതിനു മുൻപേ ഭഗവാനോട് സഹായം അഭ്യർത്ഥിക്കുക, ഭഗവാനിൽ വിശ്വാസമർപ്പിക്കുക. മഹാഭാരതത്തിൽ ഇത് വ്യക്തമാക്കുന്ന ഒരു ഭാഗമുണ്ട്. അന്തഃപുരത്തിൽ നിന്നും രജസ്വലയായ ദ്രൗപദിയെ കൗരവ രാജധാനിയിലേക്ക് ദുശാസനൻ വലിച്ചിഴച്ചു കൊണ്ടുവന്നപ്പോൾ ആദ്യം തൻ്റെ ഭർത്താക്കന്മാരോടും പിന്നീട് സദസ്സിലുണ്ടായിരുന്ന പിതാമഹനോടും ഗുരുജനങ്ങളോടും സഹായം അഭ്യർത്ഥിച്ചു. എല്ലാവരും മൗനം ദീക്ഷിച്ചപ്പോൾ തന്നെ സഹായിക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ആരും ഇല്ലെന്ന ഘട്ടത്തിൽ ആണ് പാഞ്ചാലി ഭഗവാൻ കൃഷ്ണനെ സ്മരിക്കുന്നതും അഭയം തേടുന്നതും. എന്നാൽ ആദ്യം തന്നെ ദ്രൗപദി ഭഗവാനെ വിളിച്ചിരുന്നുവെങ്കിൽ മഹാഭാരതത്തിന്റെ ഗതി തന്നെ മറ്റൊരു വഴിക്കാകുമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കൈവിടുമ്പോഴല്ല, ആദ്യമേ തന്നെ ഭഗവാനെ അഭയം പ്രാപിക്കുക, വിശ്വസിക്കുക, ബാക്കി ഭഗവാൻ വിട്ടേക്കുക. ഭഗവാൻ ഭക്തനെ സഹായിക്കാൻ സദാ സന്നദ്ധനായി നമ്മുടെ ഹൃദയകമലത്തിൽ വസിക്കുന്നു. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ രാധേശ്യാം. സർവം ശ്രീ രാധാ കൃഷ്ണാർപ്പണമസ്തു.